ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കറായി ചിക്കനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടിപൊളിയായിട്ടുള്ള റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വേഗം നോക്കാം. അപ്പോൾ നമ്മുടെ കറായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ നല്ല ഇരുമ്പിൻ്റെ കടായി ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ലപോലെ ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കണേ. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ അതിലേക്ക് ഫസ്റ്റ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ബേ ലീവ്സും ഗ്രാമ്പും പട്ടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളത്, കുറച്ച് ഏലക്കയും. എന്നിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ ചിക്കൻ കഴുകിയിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബോണായിട്ടുള്ള ചിക്കനാണ് എടുക്കുന്നുള്ളത്, കാരണം ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ബോണ് കറിയിൽ വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മൾ ഇത് ചിക്കൻ ഇട്ട് കൊടുത്ത പിന്നെയാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളത് കേട്ടോ. അതായത് ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിക്കൻ കഴുകിയിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഈ ഓയിലേക്ക് ഇട്ട പിന്നെയാണ് നമ്മൾ ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കുറച്ചൊന്ന് ഒരു ഫ്രൈ ആയിട്ട് വരുന്ന സമയമാകുമ്പോഴേക്ക് നമ്മൾക്ക് എക്സസ് ആയിട്ടുള്ള ഓയിൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് എടുക്കാം. ഇനി നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതോ അല്ലെങ്കിൽ ഇഞ്ചി പേസ്റ്റോ ഞാൻ ആഡ് ചെയ്യുന്നുള്ളത്. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിത് 1/2 കിലോ ആണ് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കൻ അനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിനെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഞാനിവിടെ 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 3 യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് എരിവില്ലാത്തതാണെങ്കിൽ 4 5 ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതിനെ വീണ്ടും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ആവശ്യത്തിനുള്ള നമ്മളെ പൊടികൾ, മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്ന സമയമാണ്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണ് ഗരം മസാല എന്നിവ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് ഇതിനെ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഇത് നല്ലപോലെ ഒന്ന് കോട്ടായിട്ട് വരണം. അപ്പം നല്ലപോലെ കോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇതുപോലെ ഇങ്ങനെ 2 കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് കൂടുതൽ നിങ്ങൾ സ്ലിറ്റ് ചെയ്തിട്ട് വെക്കരുത്, ഇതുപോലെ തന്നെ വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെയിറ്റ് ചെയ്യാം. തക്കാളി ഇട്ട പിന്നെ ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ മൂടിയിട്ട് 10 മിനിറ്റ് വരെ വെക്കണം. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല ചൂടുവെള്ളം ഞാൻ 1/2 കപ്പാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് 3/4 കപ്പ് വരെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് വറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ചും കൂടി പിന്നീട് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയിൽ നിന്ന് നന്നായിട്ട് ഇതുപോലെ സ്കിന്ന് ഊരിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ തക്കാളി മൊത്തത്തിലായിട്ട് നമ്മുടെ ഈ കറായി ചിക്കനിലോട്ടേക്ക് ഉടച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾക്ക് ഒരു ചെറുനാരങ്ങ നന്നായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം. കുരു കളഞ്ഞ ചെറുനാരങ്ങയാണ് ഞാനിവിടെ പിഴിഞ്ഞു കൊടുക്കുന്നുള്ളത്. എന്നിട്ട് അതിനെയും ഒന്ന് നന്നായിട്ട് നമ്മൾക്ക് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മല്ലിയില, കുറച്ച് മല്ലിയില നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ ഈ തിളക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്കിങ്ങനെ നല്ലോണം കുറുകിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും, കണ്ടില്ലേ. ഇതുപോലത്തെ ഈ ഒരു പരിഭവമാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. കാരണം ഓൾറെഡി നമ്മൾ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ വെക്കുന്നതനുസരിച്ചിട്ട് അത് കട്ടയായിക്കൊണ്ട് പോകട്ടോ. ഇനി മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചിക്കൻ കറായി റെഡിയായി. പാകിസ്ഥാനികൾ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സംഭവമാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രക്കും ഈസിയിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ നഷ്വാന സൈനിങ് ഓഫ്. ബൈ, അസ്സലാമു അലൈക്കും.